ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ RRBയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ rrbapply.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, പിന്നെ താഴെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് വരും. ഇതിൻ്റെ അകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ്, പിന്നെ ആ തന്നിട്ടുള്ള നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഇത്തരത്തിലുള്ള ഒരു വിൻഡോയാണ്. ഈ ഒരു വിൻഡോയിൽ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ റീജിയൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെന്നൈയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം RRB ഇതുവരെ ഡീബാർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് കുറേ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടാണ് വരുന്നത്. ഓക്കെ, ആ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം ആദ്യം പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, പിന്നീട് അതർ ഡീറ്റെയിൽസ്, പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടുള്ളത്, പിന്നെ പ്രൊഫൈൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു പേജാണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രിഫറൻസും പിന്നെ പ്രിവ്യൂ ആപ്ലിക്കേഷനും അത് കാണിക്കുന്ന ഒരു പേജാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കുറേ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓൾറെഡി അതിൽ വരും. അത് കൂടാതെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ മെരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ റിലീജിയൻ, മദർ ടങ്ക്, പിന്നെ നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും അല്ലാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോയ്സ് അവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് 2 എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം നോൺ ക്രീമി ലെയറിലൊക്കെ ഉള്ള ആളാണെങ്കിൽ, OBCക്കാരാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും തഹസിൽദാർ ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും അത്തരത്തിലുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം സേവ് ഞെക്കുക. താഴത്തെ സേവ് എന്നുള്ളത് ഞെക്കിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പേജ് ഓപ്പൺ ആകും. അടുത്ത പേജ് അതർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എക്സ് സർവീസ് മാൻ ആണോ, അല്ലെങ്കിൽ നമ്മൾ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണോ, EBC സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണോ, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ഏതെങ്കിലും എംപ്ലോയി ആണോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം പിന്നീട് നമ്മളോട് അക്കൗണ്ട് നമ്പറും അതിൻ്റെ IFSC കോഡ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ഞെക്കിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജിലേക്ക് പോകാൻ പറ്റും. ഇവിടെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ അവിടെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷനിൽ ആദ്യം മെട്രിക്കുലേഷൻ, ഇതുപോലെയാണ് ക്വാളിഫിക്കേഷനിൽ വരുന്നുണ്ടാവുക. 3 years ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് സയൻസ്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, മെട്രിക്കുലേഷൻ ഓർ SSLC എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇതിൻ്റെ അകത്ത് മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ബോർഡ്, അതുപോലെ ഡേറ്റ് ഓഫ് പാസിംഗ്, റോൾ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് സിമ്പിൾ തന്നെ ഞെക്കുക. അതിനുശേഷം പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് പ്രൊഫൈൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പേജിലോട്ട് നമ്മൾ ഡയറക്റ്റഡ് ആവും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളതായിരിക്കണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ KB പറയുമ്പോൾ 30 KB മുതൽ 70 KBൻ്റെ ഉള്ളിലുള്ള സൈസിലുള്ള ഫോട്ടോയാണ് വേണ്ടത്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിമിൽ കിട്ടാനായിട്ട് ക്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ,
നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് സിഗ്നേച്ചറിൻ്റെ കാര്യം പറയുന്നത്. 30 മുതൽ 70 KB ഉള്ളിലാണ് ആ ഒരു സിഗ്നേച്ചറിൻ്റെ സൈസ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ ഫോട്ടോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം താഴെ നമുക്ക് സേവ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിഫറൻസ് ആൻഡ് പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പേജിലോട്ട് നമ്മൾ ഡയറക്റ്റഡ് ആവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ RRB ഏതാണോ നമ്മൾ സെലക്ട് ചെയ്ത റീജിയൻ എന്നുള്ളത് അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏതൊക്കെ പോസ്റ്റ് എലിജിബിൾ ആണെന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും. ആ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളതിൻ്റെ അടുത്തായിട്ട് ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്. ആ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഏത് ഓർഡറിലാണോ കുറേ പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ പോസ്റ്റുകളിൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ആദ്യം പ്ലസ് ക്ലിക്ക് ചെയ്യുന്നത് ആദ്യം വരും, പിന്നെ രണ്ടാമത് വരും, അങ്ങനെ 1, 2, 3 ഓർഡറിൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് പോസ്റ്റുകൾ റൈറ്റ് സൈഡിൽ ആഡ് ആവും. ഓക്കെ, അതിന് അവിടെ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ആ ഒരു ഷെയ്ഡഡ് റീജിയനിൽ ഇതുപോലെ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് ആഡ് ആവും. അതുപോലെ നമ്മൾ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഓരോ പോസ്റ്റുകൾ ആഡ് ചെയ്യുക. നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സാം ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. എക്സാം ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് എലിജിബിൾ എക്സാം ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ച് ഇപ്പം സിവിൽ ആണെങ്കിൽ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് വരും, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയർ അങ്ങനെയൊക്കെ വരും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഡിക്ലറേഷൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെക്ക് ബോക്സുകളെല്ലാം ടിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്ലേസ് അടിച്ചു കൊടുക്കുക. അതെല്ലാം അടിച്ചു കഴിയുമ്പം താഴെ നമുക്ക് സേവ് ബട്ടണും ഉണ്ട്, അതുപോലെ പ്രിവ്യൂ ആപ്ലിക്കേഷനും ഉണ്ട്. ആദ്യം നമ്മളതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഒന്നും കൂടി റീചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമുക്ക് ആ പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൻ്റെ താഴെ നമുക്ക് എഡിറ്റ് ബട്ടണും ഉണ്ട്, സബ്മിറ്റ് ബട്ടണും ഉണ്ട്. അപ്പം ഈ ബട്ടണുകളുടെ മുകളിലായിട്ട് റീചെക്ക് ചെയ്തോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് എല്ലാം കറക്റ്റ് ആണെന്ന് ഞാൻ ഉറപ്പ് വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സിലും കൂടി ടിക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എറർ ഒന്നും ഇല്ലെങ്കിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് പോയി കറക്റ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് സബ്മിറ്റ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്ലിക്കൻറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കറക്ഷനും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ എഡിറ്റ് ബട്ടണിൽ കയറി ആദ്യം എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നീട് ഇതിൽ നമ്മൾ സബ്മിറ്റ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് പേയ്മെൻറ്റിൻ്റെ ആ ഒരു ഡയലോഗ് ബോക്സിലോട്ടാണ്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റിൻ്റെ നമുക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം. 2 രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBIൻ്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് UPI പേയ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് കാറ്റഗറിയിലാണോ, ഇപ്പോൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ അത്തരത്തിലുള്ള കാറ്റഗറി അനുസരിച്ച് ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ഫീസാണ്. അപ്പോൾ ആ ഫീസുകളൊക്കെ അവിടെ എഴുതി കാണിക്കും. അതിനനുസരിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അവിടെ കൃത്യമായിട്ട് RRBയുടെ ഭുവനേശ്വർ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട്, നമുക്ക് പേയ്മെൻറ്റ് റിസീവ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് RRBയിൽ നിന്ന് മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന മുകളിലത്തെ ടാബ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നതിൻ്റെ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ആ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള ആ ഒരു പേജ് നമുക്ക് കാണാൻ പറ്റും, അത് ഡൗൺലോഡും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ RRB JEE ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം.